നമസ്കാരം, എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലവർഷം ശക്തമാകുന്നതോടെ കേരളത്തിലെ ഓരോ നദിയും നിറഞ്ഞു കവിയും. ഇത് മൂവാറ്റുപുഴയാറിൻ്റെ ഒരു നിമിഷത്തെ കാഴ്ചയാണ്. ഒരു നിമിഷം കൊണ്ട് നദിയിലൂടെ ഒഴുകിയെത്തുന്നത് നൂറുകണക്കിന് പ്ലാസ്റ്റിക് കുപ്പികളാണ്. പുഴയൊഴുകും വഴിയിൽ ഉടനീളമുള്ള ലോക്കൽ ബോഡീസ്, ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ പോലും മാസങ്ങൾ മുന്നേ തന്നെ വർഷങ്ങൾ മുന്നേ തന്നെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക് മുക്ത ഗ്രാമം, പ്ലാസ്റ്റിക് മുക്ത നഗരം എന്നിങ്ങനെ പല സിറ്റികളിലും നാട്ടുപ്രദേശങ്ങളിലും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു തലത്തിലും വേണ്ട ഫലം ചെയ്തിട്ടില്ല എന്ന് വർഷക്കാലത്ത് ഏതൊരു നദിയെയും ഒരു നിമിഷം നോക്കി നിന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനതയുടെ ദിനശീലത്തിന് മാറ്റം വരുത്തിയാൽ മാത്രമാണ് പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിയെ, പരിസ്ഥിതിയെ, ഭൂമിയെ, ജലാശയങ്ങളെ, നദിയെ, അരുവികളെപ്പോലും സംരക്ഷിക്കാൻ പറ്റും എന്നതിനെപ്പറ്റി യാതൊരു പ്രവർത്തനങ്ങളോ മുൻകരുതലും നാം പറയുന്ന വാക്കുകൾ വെറും വാക്കുകളാണെന്നും അത് ഒരിക്കലും പ്രവൃത്തിപഥത്തിൽ എത്തുന്നില്ല എന്നും ഈ വർഷക്കാലത്ത് ഏതൊരു നദിയും നമുക്ക് തെളിയിച്ചു തരും. നമ്മുടെ വലിച്ചെറിയൽ ശീലം നാം ഒഴിവാക്കുക തന്നെ വേണം. അതിനായി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റിയാണ് നാം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമ്മുടെ എല്ലാ നദികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ടൺ കണക്കിന് പ്ലാസ്റ്റിക്കുകളുടെ വാഹകരായി മാറുകയാണ് നമ്മുടെ ഓരോ നദിയും. ഈ പ്ലാസ്റ്റിക് എല്ലാം ഒഴുകി ഒടുക്കം എത്തുന്ന കടലിലാണ്. നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ കരയുടെ ഈ ഭൂപ്രകൃതിയുടെ കാലാവസ്ഥയെ നിശ്ചയിക്കുന്നതും കടൽ തന്നെയാണ്. കടൽ മലിനമാകുന്നതുകൊണ്ട് സംഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശീലത്തെ ഒഴിവാക്കി, അതായത് വലിച്ചെറിയ ശീലത്തെ ഒഴിവാക്കി നല്ല രീതിയിൽ പ്ലാസ്റ്റിക് സംരക്ഷിച്ച് നിർത്തി അത് മറ്റൊരു വിധത്തിലേക്ക് റീസൈക്കിൾ ചെയ്യാനായി ഉപയുക്തമാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിത രീതി മാറ്റിയാൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വലിയൊരു വിനാശത്തെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്ലാസ്റ്റിക് മുക്തം എന്നൊരു ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ല, അതിനെതിരെ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ സജ്ജമാക്കിയെടുക്കുകയാണ് വേണ്ടത്.